അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിലെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. മരണം യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. അയ്യോ, ആർക്ക് സന്തോഷമില്ലെന്ന് കേട്ടിട്ട്? മരണം യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഒന്ന് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. മരണം യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. നമ്മളെ നോക്കിയാൽ അസാധ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. നല്ലൊരു ജോലി ലഭിക്കുക അസാധ്യം, നല്ല ഒരു അനുഗ്രഹം ലഭിക്കുക അസാധ്യം, ഉയർച്ച പ്രാപിക്കുക അസാധ്യം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുന്നില്ല, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ആമേൻ. അതിന്റെ മറുപടി വന്നില്ല, വരുമോ അറിയുകയില്ല, സാധ്യത കുറവാ. ഹല്ലേലൂയ. നമ്മളെ നോക്കിയ സകലതും അസാധ്യമായിരിക്കെ. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നു, മരണത്താൽ പിടിക്കപ്പെട്ട് യേശു കർത്താവിനെ നോക്കിയിട്ട്, മരണത്തിനകത്തുനിന്ന് പുറത്തു വന്ന് യേശു കർത്താവിനെ നോക്കിയിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ലൂക്കോസ് ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മരണം അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. മരണം യേശുവിനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഇന്ന് രാത്രികാലം കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിന്റെ മുഖം അന്വേഷിച്ച്, ദൈവത്തിൽ ആശ്രയിക്കുന്ന, യേശുവിന്റെ രക്തത്താലുള്ള വിടുതലിനെ അക്ഷരാർത്ഥത്തിൽ പ്രാപിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിയണം, യേശുവിനെ ഹല്ലേലൂയ അവനെ തോൽപ്പിക്കാൻ കഴിയാത്തതിന് എന്നെയും നിങ്ങളെയും തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. യേശുവിനെ തോൽപ്പിക്കാൻ കഴിയാത്ത ഒന്നിനും ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും തോൽപ്പിക്കാൻ കഴിയത്തില്ല. നമ്മുടെ രക്ഷകനായ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ തന്റെ ജീവനെ വെച്ചു മാറിയ യേശു കർത്താവിനെ തോൽപ്പിക്കാൻ എന്തിനൊക്കെ കഴിഞ്ഞില്ലയോ, അങ്ങനെ യാതൊന്നിനും നമ്മളെയും തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നു, മരണം യേശുവിനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഇന്ന് രാത്രികാലം നിങ്ങൾ ഇതിനകത്ത് ഇറങ്ങി പുറത്തോട്ടിറങ്ങുമ്പോ ആമേൻ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മല പോലെ നിൽക്കുന്ന വിഷയങ്ങളുണ്ട്. നാളുകളായി മുൻപിൽ കിടന്ന് പ്രാർത്ഥിച്ച് സിസ്റ്ററെ ഞങ്ങൾക്ക് വയ്യാണ്ടായി എന്ന് പറയുന്ന വിഷയങ്ങളുണ്ടാകാം. പക്ഷെ ഇന്ന് രാത്രികാലം ഞാൻ പറയാം, നിങ്ങളുടെ ചിന്തയ്ക്ക് അത് അസാധ്യമായിരിക്കാം, നിങ്ങളുടെ ബുദ്ധിക്ക് അത് അസാധ്യമായിരിക്കാം, നിങ്ങളുടെ കുടുംബ പാരമ്പര്യം വെച്ച് അത് അസാധ്യമായിരിക്കാം, നിങ്ങളുടെ സമ്പത്ത് വെച്ച് അത് അസാധ്യമായിരിക്കാം. പക്ഷേ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, കർത്താവിന്റെ ആത്മാവിനാൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ യാതൊന്നും അസാധ്യമല്ല. നിങ്ങൾക്ക് സകലതും സാധ്യമത്രേ. ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളെ പിടിച്ചു വെക്കാൻ ലോകത്തിന്റെ ഒരു ശത്രുവിന്, ലോകത്തിന്റെ ഒരു മണ്ഡലങ്ങൾക്ക് കഴിയത്തില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവശക്തി ഇന്ന് രാത്രികാലം ഈ ഹോളിനകത്ത് ചലിക്കണേ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്ന ദൈവ സാന്നിധ്യം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. നമ്മുടെ മുമ്പിൽ എത്ര വിഷയമുണ്ടെന്ന് നോക്കിക്കോണം. എത്രയോ വിഷയങ്ങളുണ്ട്. അസാധ്യം. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, സാധ്യതയുടെ സമയം കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ കഴിഞ്ഞുപോയി. അല്ലെ, പക്ഷേ വചനം പറയുന്നു, മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താ? കർത്താവ് മരണത്തിന് കീഴടങ്ങി. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി മാത്രമായിരുന്നു.
നമ്മൾ ആ ഭാഗം മൊത്തം ഞാൻ ആ ഒറ്റ സ്റ്റാൻസ് നിങ്ങളുടെ മുമ്പിൽ വായിച്ചു. ഈ പ്രസംഗം ഇത് 50-ാം നാൾ ആമേൻ യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് ആമേൻ 50-ാം നാൾ 50-ാം നാൾ എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ പെന്തക്കോസ്ത് നാളെന്നാണ് പറയുന്നത്. 50-ാം നാൾ ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഹല്ലേലൂയ ഒരു മാളിക മുറിക്കകത്ത് കൂടിയിരിക്കുമ്പോൾ പിതാവ് നേരത്തെ യേശുവിനോട് ചെയ്ത വാഗ്ദത്തത്തിൻ പ്രകാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആമേൻ ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാരുടെ മേൽ കൂടിയിരുന്ന 120 പേരുടെ മേൽ ദൈവം പകരുമ്പോ വചനം പറയുന്നു അന്ന് വരെ പേടിത്തൊണ്ടനായിരുന്നത് അന്ന് വരെ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാര് അവർ ധൈര്യത്തോടെ വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ അന്ന് വരെ അവൻ കഴിഞ്ഞ 50 ദിവസം ഹല്ലേലൂയ 50 ദിവസം മുതൽ യേശു കർത്താവ് മരിച്ച അന്ന് മുതൽ ഉയർത്തെഴുന്നേറ്റു. ശരിയാ, പലതവണ യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു. ശരിയാ, ഇതെല്ലാം ഇവർ കണ്ണിന് കാണുന്നതും അനുഭവിച്ചറിയുന്നതും യേശു നുറുക്കി കൊടുത്ത അപ്പം അവൻ യേശുവിന്റെ ഉയർപ്പിന് ശേഷം കഴിച്ചവരുമാണ്. പക്ഷെ എന്നിരുന്നാലും അവർക്ക് ധൈര്യം പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. അവൻ അവരോട് യേശു പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകണ്ട, ഒരു കാര്യം ചെയ്യ, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി അവൻ ഹല്ലേലൂയ നിങ്ങൾ അവൻ ഹല്ലേലൂയ യെരൂശലേമിൽ കൂടിയിരിക്കുക. അവരൊരു മാളിക മുറിയൊക്കെ വാടകയ്ക്ക് എടുത്ത് ഒരു അവൻ ഹോളിനകത്ത് 120 പേർ ഒരുമിച്ച് അവൻ ദൈവത്തിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി യേശു പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ 50-ാം നാൾ ദൈവം തന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിൽ നിന്നോണം അവൻ അന്ന് വരെ വന്നും പോയി നിന്ന പരിശുദ്ധാത്മാവിനെ അന്ത്യകാലത്ത് തന്റെ മക്കളോട് കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ നിന്ന് പെർമനന്റ് എന്ന് വെച്ചാൽ യേശു കർത്താവിന്റെ 2-ാം വരവിന്റെ നാളേക്ക് വരെ ഈ ലോകത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അന്ന് 120 പേരുടെ മേൽ ഈ അഭിഷേകം ശക്തിയോടെ ചലിച്ചു. ഹല്ലേലൂയ. അതിന്റെ ചില ദിവസങ്ങൾക്ക് മുൻപ് വരെ ഭയന്ന് മുട്ടുകാല് വിറച്ചിരുന്ന പത്രോസ് ഹല്ലേലൂയ കുറച്ച് നിമിഷം മുൻപ് വരെ വായി തുറന്നെന്ന് ഞാൻ യേശുവിന്റെ ശിഷ്യനാന്ന് അവൻ പറയാൻ ഭയന്നിരുന്ന് ഒരു കൂട്ടം ശിഷ്യന്മാർ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ശബ്ദത്തെ പിടിച്ചൊതുക്കാൻ ഹല്ലേലൂയ ആ മാളിക മുറിയുടെ 4 ചുവരിന് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം രാത്രികാലം ഞാൻ പറയട്ടെ, പലപ്പോഴും ഹല്ലേലൂയ പ്രാർത്ഥനയുടെ ശബ്ദം പുറത്തു വന്നാൽ അവൻ കളിയാക്കുന്നവരുണ്ടാകും. അല്ലെ പ്രാർത്ഥനയുടെ ശബ്ദം പുറത്തു വരുമ്പോൾ നിനക്ക് വിരോധമായി കൂട്ടം കൂടുന്ന ശത്രുവിന്റെ മണ്ഡലങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, ഏത് ശത്രു നിനക്ക് വിരോധമായി വന്നാലും അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളിൽ ചലിക്കാൻ തുടങ്ങിയാൽ അഭിഷേകത്തിന്റെ ശക്തി നമ്മളിൽ ചലിക്കാൻ തുടങ്ങിയാൽ അവൻ ഒതുക്കുവാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. പ്രാർത്ഥനയ്ക്ക് നേരെ അവൻ ചോദ്യങ്ങൾ ഉയരുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞോ, നിന്റെ പ്രാർത്ഥനയെ പിടിച്ചൊതുക്കാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. 50-ാം നാൾ പരിശുദ്ധാത്മാവ് വരുന്നത് വരെ അവരുടെ ശബ്ദം പുറത്തു വന്നില്ല. അവർ അതിനകത്ത് കൂടിയിരുന്നത് ആരും അറിഞ്ഞില്ല. പക്ഷെ 50-ാം നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ ഹോളിനകത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ വചനം പറയുന്നു അവരുടെ ശബ്ദം യെരൂശലേമിനെ മുഴക്കാൻ തുടങ്ങി. ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് പറയുക, ഇതിനകത്തുനിന്ന് ചിലരുടെ ശബ്ദം ദേശങ്ങളെ മുഴക്കുവാൻ സ്വർഗ്ഗം പുറപ്പെടുവിക്കാൻ പോകുക. അഭിഷേകത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ചലിക്കട്ടെ. ശക്തിയോടെ ദൈവ ശബ്ദത്തിന്റെ വക്താക്കളായി തീരുവാൻ ഒരു കൂട്ടം പേർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. രഹസ്യവിശ്വാസികളുണ്ടോ ആരെങ്കിലും ഇതിനകത്ത്? ഏതെങ്കിലും മണ്ഡലത്തിനകത്ത് ഒതുങ്ങിയിരിക്കുന്നവരുണ്ടോ? എനിക്കറിയത്തില്ല. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ആരോടോ വ്യക്തിപരമായി ദൂത് പറയുക. നിന്നെ ഒതുക്കാൻ ചില മണ്ഡലങ്ങൾ അവൻ ചുറ്റിലുമുണ്ട്. ഹല്ലേലൂയ. ചിലത് നിങ്ങളെ നോക്കി പറയുക, പ്രാർത്ഥിക്കുന്നത് റൂമിനകത്ത് ഒതുങ്ങി നിൽക്കട്ടെ, പ്രാർത്ഥിക്കുന്നത് വീട്ടിനകത്ത് ഒതുങ്ങി നിൽക്കട്ടെ, നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്നുള്ളത് കുറച്ചു പേരുടെ മാത്രം അറിവിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കുന്ന മണ്ഡലത്തിനകത്തുനിന്ന് ചില ദേശങ്ങളുടെ ഉണർവിന് വേണ്ടി സ്വർഗം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുക. ചുവരുകൾ പറയും, ശബ്ദം പുറത്തു വിടല്ലേ, അവൻ ഒതുങ്ങിയിരുന്നു. പക്ഷേ അഭിഷേകം വന്നു കഴിയുമ്പോൾ അഭിഷേകം പറയും, ഇതിനകത്ത് ഒതുങ്ങാനല്ല,
ഇതിനകത്തൊതുങ്ങാനല്ല. അവൻ ലോകത്തിന്റെ ദേശത്തിന്റെ ചില മണ്ഡലങ്ങൾ നിനക്ക് ഇട്ടാവട്ടം അവൻ ഒതുങ്ങി നിന്നെ ഒതുക്കി കളയുമ്പോ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന് പറയാൻ ഒരു ആലോചനയുണ്ട്. അഭിഷേകത്തിന്റെ ചലനം നിങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അന്ന് വരെ ഭയപ്പെടുത്തിയതും അന്ന് വരെ ഒതുക്കി കളഞ്ഞതുമായ മണ്ഡലങ്ങളെ അവൻ കുടഞ്ഞു കളഞ്ഞിട്ട് നിങ്ങൾ പുറത്തു വരിക. 120 പേർ മാളിക മുറിക്കകത്ത് അവൻ വായി തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോ അവരിൽ അഭിഷേകത്തിന്റെ ചലനം ഉണ്ടായപ്പോ യെരൂശലേം മുഴുവൻ ഇളകി. അവൻ മാളിക മുറിയുടെ ചുറ്റും വന്നു നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെരൂശലേം മുഴുവൻ ഇളകി അവർ വന്നു നിൽക്കുക. ഹല്ലേലൂയ. തലേ ദിവസം രാത്രിയും അന്ന് രാവിലെയൊക്കെ പതുങ്ങി വന്ന പത്രോസ് പാസ്റ്റർ, ഹല്ലേലൂയ, പതുങ്ങി വന്ന കൂടെ അവൻ വന്ന കുറച്ച് പേര് അവരൊക്കെ പറയോ, അയ്യോ പുറത്ത് കേൾക്കരുതേ, അല്ലെങ്കിൽ കൂടിയിരിക്കുന്ന ആരും അറിയരുതേ. ഹല്ലേലൂയ. കുറച്ച് കഴിഞ്ഞപ്പോ ഹല്ലേലൂയ അവര് പോലും അറിയാതെ അവരുടെ വായി തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. മാളിക മുറി ചുറ്റും കൂടി ചോദിച്ചു, ഇതിവിടെ എന്താ സംഭവിക്കുന്നേ? ഹല്ലേലൂയ, എന്താ സംഭവിക്കുന്നേ? പത്രോസ് എഴുന്നേറ്റ് ഒരൊറ്റ പ്രസംഗം പ്രസംഗിച്ചു. ആ പ്രസംഗത്തിനകത്തുള്ള ആമേൻ ഒരു 3 വാക്യം നമ്മളോട് വായിച്ചേ. ഹല്ലേലൂയ, ആമേൻ. പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുക. അന്ന് വരെ കുറച്ചു ദിവസം മുമ്പ് വരെ പത്രോസിനോട് യേശുവിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് അവൻ വിചാരയുടെ സമയത്ത് പത്രോസിനോട് ആരൊക്കെയോ ചോദിച്ചു, നീയും അവൻ ആ യേശുവിനോട് കൂടെയുള്ളയാണല്ലേ? പത്രോസ് പറഞ്ഞു, എനിക്ക് അവൻ അറിയത്തുകൂടെയില്ല. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ്. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി വന്നപ്പോ മാളിക മുറിയിൽ കൂടിയിരുന്ന ആയിരങ്ങൾ 10,000ങ്ങളുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുക, അതെ ഞാനും യേശുവിൻ്റെതാ. ഹല്ലേലൂയ. അതെ ഞാൻ യേശുവിന്റെ ശിഷ്യനാ. എന്നിട്ട് വായി തുറന്ന് യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് യേശു ആരെന്നറിയാമോ? ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം, ഹല്ലേലൂയ, ഒരിക്കലും മാറ്റം വരാത്ത, നമ്മളവിടെ വായിച്ചത് അങ്ങനെയാണ്, സ്ഥിര നിർണയ പ്രകാരം. ഓ ഹല്ലേലൂയ. ആ ഭാഗത്ത് നമ്മൾ അങ്ങനെ വായിച്ചേ. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറായനായി യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട്, അന്ന് അവൻ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിലുള്ള സകല വ്യക്തികളും വിചാരിച്ചത് യേശു എന്ന ഒരുവൻ തന്റേതായ ഒരു മതം സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചപ്പോ എന്നേക്കുമായി അവന്റെ നാമത്തെ ഞങ്ങൾ തുടച്ചു കളഞ്ഞു, അവനെ അവൻ ഹല്ലേലൂയ കൊന്ന്, അവൻ ഹല്ലേലൂയ അവൻ ഒളിപ്പിച്ചു വെച്ചു, അവൻ പലരും ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞെങ്കിലും അവർ വിശ്വസിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അവൻ ചിലര് പറഞ്ഞു ചുമ്മാതെ ശിഷ്യന്മാർ പറഞ്ഞു നടക്കുന്നതാണ്. പക്ഷെ അന്ന് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, അത് ഒരു മനുഷ്യന്റെ പ്ലാനിങ് ആയിരുന്നില്ല. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ വരവ് ലോകത്തിന്റെ പ്ലാനിങ് ആയിരുന്നില്ല. യേശു കർത്താവിന്റെ വരവ് അവൻ തന്റെ പിതാവായ ദൈവത്തിന്റെ സ്ഥിര നിർണയത്താൽ, ഹല്ലേലൂയ, മുന്നറിവിനാൽ ഏൽപ്പിക്കപ്പെട്ടതാ. നിങ്ങളുടെ ബുദ്ധിക്കും നിങ്ങളുടെ ചിന്തയ്ക്കും നിങ്ങളുടെ കുശാഗ്ര ബുദ്ധിക്കും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വിധേയനായതല്ല യേശു. ദൈവത്തിന്റെ നിർണയ പ്രകാരം യേശുവിനെ ദൈവം ഏൽപ്പിച്ചു തന്നതാണ്. ഹല്ലേലൂയ. യേശുവിനെ ദൈവം ഇതിന്റെ വിഷയം അവൻ പുറകുവശം ഒന്നും ഞാൻ പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ഇതല്ലേ കേൾക്കുന്നേ. ഹല്ലേലൂയ. അവൻ റോമർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അവൻ നിങ്ങൾ പഠിച്ചു നോക്കിയാൽ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും എന്തിനു വേണ്ടിയാണ് ഏൽപ്പിച്ചു തന്നതെന്ന്. അവൻ അത് 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവോ നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ പിതാവിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഭാവികളായിരിക്കുമ്പോൾ തന്നെ യോഗ്യതയില്ലാത്ത സമയത്ത് യേശു കർത്താവിന് നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി പിതാവായ ദൈവം ഹല്ലേലൂയ ഒരു അവൻ യാഗ കുഞ്ഞാടായി നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഹല്ലേലൂയ. അവൻ യാഗമരത്തിൽ അവൻ കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ വരാനുള്ളതും വന്നതുമായ അന്ന് മുതൽ ഇന്നയോളം വന്നതും ഇനി വരാനുള്ളതുമായ സകല ജാതികളുടെയും രക്ഷയ്ക്ക് വേണ്ടി കർത്താവിനെ ക്രൂശിൽ യാഗമാക്കി നിർത്തിയിട്ട് വചനം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ മുൻപിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശു എന്ന നാമമല്ലാതെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവിനെ വിട്ടു തന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ആമേൻ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഇതിനകത്ത് ഇരിക്കുന്നവരെല്ലാവരും കർത്താവിനെ അറിയുന്നവരാണ്. എനിക്കും നിങ്ങൾക്ക് വേണ്ടി കർത്താവിനെ ദൈവം ഏൽപ്പിച്ചു തന്നു. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞപ്പോ അവൻ റോമൻ ഗവൺമെന്റ് പറഞ്ഞു, കഴിഞ്ഞു. ഞങ്ങളുടെ ഇമ്പീരിയൽ മുദ്ര കൊണ്ട് അവൻ യോസേപ്പിന്റെ പുതിയ അരിമത്യക്കാരനായ യോസേപ്പിന്റെ പുതിയ കല്ലറയ്ക്കകത്ത് ഞങ്ങൾ യേശുവിനെ ഒതുക്കി. ഹല്ലേലൂയ. അവരാഘോഷിക്കുന്ന അതേ രാത്രികാലം സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ കല്ലറയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മരണം പറഞ്ഞു വിട്ടുതരത്തില്ല, മരണം പറഞ്ഞു വിട്ടുതരത്തില്ല, യേശുവിന് വിട്ടുതരത്തില്ല. മുൻപിൽ നിന്ന് റോമൻ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്ര പറഞ്ഞു വിട്ടുതരത്തില്ല. ഹല്ലേലൂയ. മുൻപിൽ കാവൽ നിന്ന ഭടന്മാര് പറഞ്ഞു വിട്ടുതരത്തില്ല. ഹല്ലേലൂയ. അവരെ എല്ലാം നോക്കുകുത്തികളായി നിർത്തിക്കൊണ്ട് മൂന്നാം നാൾ യേശു കർത്താവ് മരണത്തെ ജയിച്ച് പുറത്തു വന്നു. ഹല്ലേലൂയ. മരണത്തെ ജയിച്ച് പുറത്തു വന്നു. ഹല്ലേലൂയ. ആമേൻ. ലോകം പറഞ്ഞു യേശു കർത്താവ് ഒതുങ്ങിയെന്ന്. ഹല്ലേലൂയ. ലോകം പറഞ്ഞു അവൻ യേശുവിനെ ഞങ്ങൾ ഒതുക്കി. അവൻ 12 ശിഷ്യന്മാരെ ഒരു കൂട്ടം ജനത്തെയും ഇളക്കി കൂടെ കൊണ്ടു നടന്ന യേശുവിനെ ഞങ്ങൾ അരിമത്യക്കാരനായ യോസേപ്പിന്റെ കല്ലറയിൽ ഒതുക്കി എന്ന് പറഞ്ഞപ്പോ ഹല്ലേലൂയ ദൈവം പറഞ്ഞു കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ആമേൻ. പിശാച് തോറ്റ്, പിശാച് മുട്ടുമടക്കി. അപ്പോഴും ആ വാലുകൾ കിടന്ന് കളിക്കുക. ഹല്ലേലൂയ. പിശാച് അവിടെ മുട്ടുമടക്കിയേ. ക്രൂശിൽ കർത്താവ് കയറുന്നത് വരെ പിശാച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതോടെ കഴിയുമല്ലോ എന്നാ. ഹല്ലേലൂയ. പിശാചിന്റെ ഓലപ്പാമ്പ മരണം എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഭയമുള്ള എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പല്ലിയെ കാണുമ്പോഴും പാറ്റയെ കാണുമ്പോൾ പേടിക്കുന്നത് എന്തിനാ? അതിനുള്ള ഭയം കുറച്ചു നേരത്തിലേ കാണുള്ളൂ. പക്ഷെ പാമ്പിനോടുള്ള ഭയം കുറച്ച് കൂടുതലേറെ കാണും. എന്താ കാര്യം? അത് കടിച്ചാൽ ചത്തു. ഹല്ലേലൂയ. ഇതുപോലെ പലതിനെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ എന്തുവാ ഭയമുണ്ട്. അതിന്റെ ലാസ്റ്റ് വേർഡ് എന്താ? മരണമാ. പനി വരുമ്പോ പേടി എന്താ? 3 ദിവസത്തെ പനിക്ക് നമ്മൾ ആരെയും പേടിക്കുവോ? എവിടെ? ഹല്ലേലൂയ. 3 പാരസെറ്റമോൾ. ഹല്ലേലൂയ. നമുക്കറിയാൻ വയ്യാത്ത മെഡിസിൻ ആണ്. മെഡിക്കൽ സ്റ്റോർ തന്നെ ഡോക്ടറെ വേണമെങ്കിൽ നമ്മൾ പഠിപ്പിക്കും. ഹല്ലേലൂയ. ഡോക്ടറുടെ അടുക്കൽ ചെന്ന് ഡോക്ടർ എനിക്ക് ഇന്ന മരുന്നാണ് താരുടെ നിർദ്ദേശിക്കുന്ന രോഗികളും നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. കേട്ടിട്ടില്ലേ? ഉറക്കമായോ നിങ്ങൾ ഇതിനകത്തിരുന്ന്? കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് ചിന്തിച്ചേ. എല്ലാവർക്കും 3 ദിവസത്തെ പനി പേടിയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഈ പനി 3 കഴിഞ്ഞ് 5 മാറിയാലോ പിന്നെ ഒരു ചെറിയ പേടി വരും. എന്താ പേടി? എന്തെങ്കിലും വിഷയമുണ്ടോ എന്നോ. കഫം ഉള്ളി കിടക്കുന്നതായിരിക്കും. നമ്മൾ തന്നെ ഗസ് ചെയ്യും കഫം ഉള്ളി കിടക്കുന്നതായിരിക്കും. പിന്നെ അതിന് ചാൻസ് വേറെ എന്തുണ്ട്? ഇൻഫെക്ഷൻ ഉണ്ടാവുമായിരിക്കാം, കൗണ്ട് വേരിയേഷൻ വന്നു കാണുമായിരിക്കാം. ഒരു 2 ആഴ്ച പനി കുറയാതെ നിന്നാൽ പിന്നെ നിങ്ങൾ ചിന്തിക്കും ഡെങ്കിപ്പനിയാണോ എന്തോ, നീ ജ്വരപ്പനിയാണോ എന്തോ. കുറച്ച് ദിവസം മുമ്പേ കോവിഡിന് ഭയങ്കര ഭയമായിരുന്നു. ഇപ്പൊ അതും ഇല്ലെന്ന് തോന്നുന്നു. നമ്മളൊക്കെ വാക്സിനേഷൻ എടുത്ത് ബൂസ്റ്റ് പ്രാപിച്ചിരിക്കുകയല്ലേ. അല്ലെങ്കിൽ അതാണോ എന്തോ. പിന്നെ ഇങ്ങനെ നമ്മൾ ഓരോന്ന് ഗസ് ചെയ്യും. 1 മാസം പനി വിട്ടുമാറാൻ നിന്നാലോ പിന്നെ കാണിക്കാൻ ഒരു ഹോസ്പിറ്റലും കാണത്തില്ല. എന്താ ഭയം? ഒറ്റ ഭയമാ, മരണഭയമാണ്. പനിയുടെ മുമ്പിൽ പോലും മനുഷ്യൻ ആമേൻ ഹല്ലേലൂയ ദിവസം കഴിയുമ്പോൾ ഭയക്കാൻ കാര്യം എന്താ? മരണത്തെ ഭയക്കുന്നേ. ഹല്ലേലൂയ. നമ്മൾ വലിയ വീരവാദത്തിൽ പറയും എനിക്ക് മരണത്തെ പേടിയൊന്നും ഇല്ല എന്ന്. ഹല്ലേലൂയ. മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അറിയാം. ഹല്ലേലൂയ. മരണത്തെ പേടിയില്ലാത്ത വണ്ടിയെ കാണുമ്പോൾ ഓടത്തില്ല, നടുറോട്ടിലേക്കും അല്ലെ എന്ന് പറയുന്ന ആളെ നിങ്ങൾ മരണത്തെ പേടിയില്ലെന്ന് ദയവ് ചെയ്ത് ദിവ്യ സിസ്റ്റർ പറഞ്ഞു. അതുകൊണ്ട് നാളെ എനിക്ക് പേടിയില്ലെന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് റോഡിൽ ചെന്ന് നിൽക്കരുത്, ശരിയാകത്തില്ല. ഓക്കെ. ഹല്ലേലൂയ. അമ്മേനൊന്ന് ചിന്തിച്ചേ. മരണത്തെ ഭയം, ലോകത്തിന് മുഴുവൻ മരണത്തെ ഭയമാണ്. ഹല്ലേലൂയ. മരണം വേദനാജനകമായ ഒന്നാണ് നമ്മുടെ ചിന്തയിൽ. യേശു കർത്താവ് ക്രൂശിലോട്ട് കയറുന്നതിന് മുമ്പ് ആമേൻ യേശു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ ആമേൻ കഴിയുമെങ്കിൽ അതിന്റെ വേദന ഹൃദയത്തിനകത്ത് മരണം വരുന്ന നിമിഷത്തെക്കാൾ ഭയാനകമാണ് മരണത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇന്ന സമയത്ത് മരണം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുന്ന ആ ടൈം.
ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള സമയമാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് ആ വേദന അനുഭവിച്ചു. ഗത്സമന തോട്ടം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദൈവത്തോട് പറയുക, അവൻ കർത്താവേ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്നെടുത്ത് മാറ്റണം. ഹല്ലേലൂയ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമെന്ന് പറഞ്ഞാണ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഹല്ലേലൂയ. പിശാച് അവൻ തോട്ടത്തിനകത്തോട്ട് യേശു പോകുമ്പോൾ പിശാച് പറഞ്ഞു, കഴിയാറായല്ലേ, അതുകൊണ്ടല്ലേ യേശുവേ നീ വേദനിക്കുന്നത്. അവൻ ചാട്ടവാറടി കൊണ്ടപ്പോ നിന്ന ഏറ്റപ്പോ ഹല്ലേലൂയ കാൽവരി ക്രൂസിൽ അവൻ തറയ്ക്കപ്പെടുവാൻ തക്കവണ്ണം തന്റെ കൈകാലുകൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴൊക്കെ അവൻ അടുത്തു നിന്ന പിശാച് വല്ലാതെ അട്ടഹസിച്ച് ചിരിച്ചിട്ട് പറഞ്ഞു, ഓ ദൈവത്തിന്റെ പുത്രനാന്ന് പറഞ്ഞു വന്നിട്ട് അവൻ ഹല്ലേലൂയ അവൻ ലാസറിനെ ഉയർപ്പിച്ചവൻ, അവൻ എന്റെ യായിറോസിന്റെ മകനെ ഉയർപ്പിച്ചവൻ, വിധവയുടെ മകനെ ഉയർപ്പിച്ചവൻ, അവനെ ഞാൻ ഒതുക്കാൻ പോകുക. ഹല്ലേലൂയ. ഏത് നിമിഷം കർത്താവ് ക്രൂശിന്മേൽ ഉയർത്തപ്പെട്ടോ അന്നേരം പിശാചിന് മനസ്സിലായി പണി പാളിയെന്ന്. ഹല്ലേലൂയ. അന്നേരം അവന് മനസ്സിലായി, ഞാൻ ചിന്തിച്ചതല്ല അവൻ, ഹല്ലേലൂയ, ഞാൻ ചിന്തിച്ചതല്ല നടന്നത്, ഞാൻ ചിന്തിച്ചത് യേശു ക്രൂശിൽ കയറിയാൽ എന്റെ ജയമമ്മ. പക്ഷേ നടന്നത് അവൻ വചനം പറയുന്നു, യേശു ക്രൂശിന്മേൽ അവൻ ഹല്ലേലൂയ പിശാചിന്റെ സർവായുധ വർഗവും അവൻ ഹല്ലേലൂയ കീഴടക്കിയിട്ട് അവൻ അവനെ ജയിച്ചു. അവനെ ഒരു പരസ്യക്കോലമാക്കി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രൂശ് മരണം കഴിഞ്ഞപ്പോ പിശാചിന് മനസ്സിലായി, ഞാൻ അധികാരമുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന സകല ആധിപത്യങ്ങളും എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഞാൻ ഇന്നൊരു പാഴ്വസ്തുവ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, അന്ന് തോറ്റു തുന്നം പാടിയ ആ പിശാചിനെ ഇന്നും നിങ്ങളിൽ ചിലർ ഭയന്നിരിക്കുന്നേ. ഇന്ന് രാത്രികാലം പരിശുദ്ധമ പറയുക, നിന്നെ ഭയപ്പെടുത്തുന്ന ഒരു പൈശാചിക മണ്ഡലങ്ങൾക്ക് നീ ദൈവത്തിന്റെ കുഞ്ഞാണെങ്കിൽ നിന്നെ ജയിക്കാൻ സാധ്യമല്ല. നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു ശത്രുവിന്റെ മണ്ഡലങ്ങൾക്ക് നിങ്ങളൊരു ദൈവ പൈതലാണോ, ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്തുവാൻ, നിങ്ങളെ ഒതുക്കുവാൻ, നിന്റെ രോമത്തിന് പോലും ദോഷം വരുത്തുവാൻ പിശാചിന് കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മളെന്താ ചെയ്യണ്ടേ? ആ കർത്താവിൽ വിശ്വസിച്ചാൽ മാത്രം മതി, ആ കർത്താവിൽ ആശ്രയിച്ചാൽ മതി, കർത്താവിനെ പിൻപറ്റിയാൽ മതി. ഹല്ലേലൂയ. കാരണം ആ കർത്താവ് മാത്രമാ മരണം മുൻപിൽ വന്നു നിട്ടും ഭയപ്പെടാതെ അതിനെ ഫേസ് ചെയ്തിട്ട് ഹല്ലേലൂയ അവൻ മരണമെന്ന പിശാചിന്റെ അവസാനത്തെ വേർഡിനെ തകർത്ത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത്. പിശാച് വിചാരിച്ചു കാൽവരി ക്രൂശിൽ ഞാൻ അവനെ ജയിച്ചുവെന്ന്. പക്ഷേ മരണം കഴിഞ്ഞപ്പോ പിശാചിന് മനസ്സിലായി, അവൻ കഴിഞ്ഞു, അവൻ എന്റെ കഥ കഴിഞ്ഞു. കാൽവരി ക്രൂശിൽ അവൻ യേശു തോൽക്കുകയല്ല ചെയ്തത്. ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം, ദൈവത്തിന്റെ സ്ഥിരമാക്കിയ ആ മുൻനിർണയ പ്രകാരം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഈ ലോകത്തെ മുഴുവൻ ദൈവത്തിന് വേണ്ടി വിലക്ക് വാങ്ങി അവരുടെ പഴയ സ്ഥാനത്തിലേക്ക് ദൈവം തന്റെ ജനത്തെ ഒന്ന് റീസ്റ്റോർ ചെയ്യുക ചെയ്തത്. ഹല്ലേലൂയ. ഇത് പിശാച് മനസ്സിലാക്കി. അവന് മനസ്സിലായി ഇനി കളിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇവരുടെ കൂടെ കളിച്ച കുറച്ച് ആൾക്കാരുണ്ടല്ലോ, നേതാവ് വീണത് അറിയാതെ, അവർ നേതാവ് വീണത് അറിഞ്ഞില്ല, പിശാച് തളർന്നു പോയത് അറിഞ്ഞില്ല. ഇവർ കിടന്ന് കളിക്കുക. ആമേൻ. റോമ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്ര കൊണ്ട് ഫ്രണ്ടിൽ വെച്ച് നോക്കി, 4 പടയാളികളെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി നോക്കി, എവിടെന്ന്. ഹല്ലേലൂയ. വചനം പറയുന്നു, ഹല്ലേലൂയ, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുക മരണത്തിന് ഇഷ്ടം ഇല്ലാഞ്ഞിട്ടല്ല, ഇഷ്ടം ഉണ്ടായിരുന്നു കർത്താവിനെ പിടിച്ചു വെക്കാൻ, പക്ഷെ പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങളെ തോൽപ്പിക്കണമെന്നും നിങ്ങളുടെ തലമുറകൾ പരാജയമാകണമെന്നും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടരുതെന്നും നിങ്ങൾ ലജ്ജിതരായി പോകണമെന്നും അല്ലെ പിശാചിന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്, നിങ്ങളെ തോൽപ്പിക്കണമെന്ന് പിശാചിന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അവന് ഭയങ്കര ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് നിങ്ങളെ തോൽപ്പിക്കണമെന്നാ, അത് നമ്മളെ തോൽപ്പിക്കണമെന്നാ. അവന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അത് നമ്മളെ തോൽപ്പിക്കണമെന്നാ. പക്ഷേ അവനെ തിരിച്ചറിയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്, അവൻ നടക്കത്തില്ല. പക്ഷെ നമുക്കതറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ കഷ്ടം. നിങ്ങൾക്ക് ആർക്കും ഒരു സന്തോഷമില്ല. ഹല്ലേലൂയ.
പക്ഷെ നടക്കത്തില്ല. അവനറിയാം, എന്നാലും ഭയങ്കര ആഗ്രഹം. നമ്മൾ പറയും ചത്താലും അവിടെ കിടന്നുകൊണ്ട് പിടയ്ക്കുന്ന പാമ്പിന്റെ വാല് കണ്ടിട്ടില്ലേ? ഞാൻ ചത്തില്ലെന്ന് തല മുഴുവൻ ഇനി ജീവിക്കാൻ ഒരു സ്കോപ്പും ഇല്ല. എന്നാലും ഇത് വാലിട്ട് ഇങ്ങനെ കാണിക്കും. എന്തിനാ? ഞാൻ ചത്തില്ല, തോറ്റു തരൂല്ല. ഇതാ ഇപ്പൊ നടക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിയാൻ നമുക്ക് പറ്റുമോ? ഇവൻ ഇനി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലെന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവമായതിനെ തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ നിന്നെ തോൽപ്പിക്കാൻ, നിനക്ക് വിരോധമായ ആഭിചാരം പലത് ശത്രു വീടുമായിരിക്കാം. നിന്റെ തലമുറയെ ഒതുക്കാൻ ശത്രു വല്ലാതെ വെല്ലുവിളിക്കുമായിരിക്കാം. നിന്റെ നന്മകളെ തടയാൻ പിശാച് നല്ലതുപോലെ വെല്ലുവിളിക്കുമായിരിക്കാം. നിന്നെ രോഗിയാക്കി ഒതുക്കി കളയാൻ പിശാച് വല്ലാതെ വെല്ലുവിളിക്കുമായിരിക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാ, അവൻ തിരിച്ചറിയുന്നവരുണ്ടോ? നിന്നെ തോൽപ്പിക്കാൻ പിശാചിന് കഴിയത്തില്ല. കാരണം വചനം പറയുന്നു, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ കാര്യം അറിയാവോ? ഹല്ലേലൂയ. യേശുവിനെ ഉയർപ്പിക്കാൻ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. റോമർ 8-11 വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഞാൻ കുറച്ചു നേരം കൊണ്ട് പറയുന്ന ഒറ്റ കാര്യമാ, യേശുവിനെ തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ ഒക്കത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ആ കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ, ഒന്ന് ഒച്ചത്തി കർത്താവിനെ സ്തുതിച്ചേ. ആദ്യത്തെ ഹല്ലേലൂയ അല്ലേലും വയ്യെന്നാ പറഞ്ഞ ഞാൻ കേട്ടു. ഹലോ, ഒന്ന് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേ. പൊന്നു കർത്താവ്, നിങ്ങളൊക്കെ ഉപവാസമാണോ? കർത്താവ് മരിച്ചതിന്റെ സങ്കടം പറഞ്ഞിട്ട് ആർക്കും ആരോഗ്യമില്ലല്ലോ. ഒന്ന് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ആമേൻ. എന്നെ കണ്ടു പഠിക്കും. ഒന്ന് ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാൻ പറയുമോ? കൂടെ എന്നല്ലോ അല്ലേ എല്ലാവരും എൻ്റെ അവിടെ? ഞാൻ ചുമ്മാതെ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും മിടുക്കരാണ്. ഞാൻ ചുമ്മാതെ ആമേൻ. അല്ല, നിങ്ങൾ ഒന്ന് ഇതിനകത്ത് ആക്കാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, വചനം പറയുന്നത് ഇങ്ങനെയാണ്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ്, ആമേൻ, ആത്മാവ്, ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ ഇരിക്കുന്നു. ആരാത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അഭിഷേകം പ്രാപിച്ച എത്ര പേരുണ്ട് ഇതിനകത്ത്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ആമേൻ. അവര് ധൈര്യമായിട്ട് പറയണം, എൻ്റെ മേലിരിക്കുന്നതാ യേശു കർത്താവിനെ മരണത്തിനകത്തുനിന്ന് പുറത്തെടുത്ത അതേ ദൈവത്തിന്റെ ആത്മാവ്. അല്ലാതെ പാസ്റ്ററിനെ പകർന്ന വേറൊരു ആത്മാവ്, ആമേൻ, വിശ്വാസ്യത പകർന്ന വേറൊരു ആത്മാവ്, അന്ന് യേശുവിനെ ഉയർപ്പിച്ചത് എല്ലാം ഒരാളാണ്. ഹല്ലേലൂയ. പിന്നെ എവിടെ ഇതിന്റെ ഗുട്ടൻസിരിക്കുന്ന? എവിടാ ജയത്തിന്റെ ഗുട്ടൻസിരിക്കുന്ന? എവിടാ? എങ്ങനെയാണ് നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നത്, എങ്ങനെ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നു എന്നതിനെ വെച്ചിട്ടാണ് നമ്മുടെ ജയം ഇരിക്കുന്നത്. ഹല്ലേലൂയ, 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 ആമേൻ. ഭക്ഷണം കുറച്ച് കഴിച്ചാൽ എന്ത് കിട്ടും? കുറച്ച് ആരോഗ്യം കിട്ടും. നല്ല സ്ട്രോങ് ആയിട്ട് കഴിച്ചാൽ പുഷ്ടി പ്രാപിക്കും. ഹല്ലേലൂയ. മെലിഞ്ഞിരിക്കത്തില്ല, എന്നെ പോലെ നല്ല തടി വെച്ചൊക്കെ ഇരിക്കും. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഓക്കെ, ഹല്ലേലൂയ. ശരിയായിട്ട് കഴിക്കണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് തടിയൊക്കെ വെച്ചിരിക്കും. അതുപോലാണ്. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. കർത്താവിന് കൂടുതലെന്ന് എന്താ പറയാ, ദൈവശക്തി കൺസ്യൂം ചെയ്യുക, അതിനെ എങ്ങനെ പ്രാപിച്ചെടുക്കുക. ദൈവശക്തി നമ്മളോട്ട് പ്രാപിച്ചെടുക്കുന്നത് പോലെ ഇരിക്കും നമ്മുടെ ഉള്ളിലുള്ള ബലവും നമുക്ക് വരുന്ന വിടുതലിന്റെ അളവും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? എന്നോട് പിണങ്ങിയോ? ഇല്ലല്ലോ. ഓക്കെ, കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അതേ ആത്മാവ് യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ആത്മാവാണ് എന്നിലും നിങ്ങളിലും ദൈവം പകർന്നിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആ ആത്മാവിനെ നമ്മൾ അതുപോലെ തിരിച്ചറിഞ്ഞ് കർത്താവിനെ അതുപോലെ വിശ്വസിച്ച് അതുപോലെ കർത്താവിനോട് ചേർന്ന് വരുന്നെങ്കിൽ നിങ്ങളെ പിടിച്ചു വെക്കാൻ പിശാചിന് കഴിയുമോ? ഇതാണ് എൻ്റെ ചോദ്യം. കഴിയുമോ? നിങ്ങൾ പറയുക. കഴിയോ? ഇല്ലയോ? കഴിയത്തില്ല.
അപ്പൊ നിങ്ങൾ ചോദിക്കും, സിസ്റ്ററെ രോഗം വരുന്നു, പ്രയാസം വരുന്നു, പ്രതിസന്ധി വരുന്നു, ഹല്ലേലൂയ, കഷ്ടതയാണ്, സാമ്പത്തികം കൊണ്ട് വല്ലാതെ ഞെരുക്കുകയാണ്, ഒന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ല, ഒന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നില്ല, എന്താ ഇങ്ങനെ? ഞാൻ ഇങ്ങനെ പറയാം, അവൻ യേശു കർത്താവ് മരിച്ച് അവൻ കല്ലറയ്ക്കുള്ളിൽ അവൻ ചില സമയം ഒതുക്കപ്പെട്ടിരുന്നു. ഹല്ലേലൂയ, ഒതുക്കപ്പെട്ടിരുന്നു. അതുപോലെ ഒരല്പസമയം, ഹല്ലേലൂയ, അവൻ എപ്പോഴാണോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ശക്തിയോടെ ചലിക്കുവാൻ നിങ്ങൾ അനുവാദം കൊടുക്കുന്നത്. 3 ദിവസം കല്ലറയ്ക്കുള്ളിൽ യേശു ഇരിക്കണം എന്നുള്ളതും ആരുടെ പ്ലാനാ? കർത്താവിന്റെ പ്ലാന്. അതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ചില വിഷയങ്ങൾ വരുമെന്നും അതിന്റെ നടുവിലൂടെ നമ്മൾ കടന്നു പോകുമെന്നും ദൈവത്തിനറിയാം. ദൈവം അത് അനുവദിച്ചു. പ്രത്യേകിച്ച് ദൈവത്തെ അറിയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുന്നെങ്കിൽ തിരിച്ചറിയുക, അത് ദൈവം അനുവദിച്ചിട്ടാണ്. പക്ഷേ അവിടെ നിങ്ങളുടെ തോൽവിയല്ല. ഓക്കെ, ഹല്ലേലൂയ. പക്ഷെ അവിടെ നിങ്ങളുടെ തോൽവിയല്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. രോഗം വന്നു, എന്നെ തോൽപ്പിച്ചു, എൻ്റെ തലമുറയുടെ നന്മയെ അടച്ചു, എൻ്റെ കുടുംബത്തിന്റെ ഉയർച്ചയെ തടഞ്ഞു, എൻ്റെ സാമ്പത്തിക നന്മകളെ ബ്ലോക്കാക്കി, ഉയർച്ച പ്രാപിപ്പാൻ കഴിയുന്നില്ല, പ്രാർത്ഥിപ്പാൻ കഴിയാതെ എന്നെ മൂടിക്കളഞ്ഞു, അവൻ ആത്മീയമായി ഉയരാൻ കഴിയുന്നില്ല, ആരാധനയെ തടയുന്നു, പലവിധമായ പ്രശ്നങ്ങൾ ജീവിതത്തിനകത്ത് വരുന്നു എന്ന് പറഞ്ഞ് അത് നിങ്ങളുടെ അവസാനമല്ല. തിരിച്ചറിഞ്ഞ് നിങ്ങളോട് പറയണം, എൻ്റെ മേൽ പകർന്നത് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ദൈവത്തിന്റെ ആത്മാവ്. യേശുവിന്റെ മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ലോകത്തിന്റെ അവസാനത്തെ വേട്, ഭയപ്പെടുത്തുന്ന അവസാന വേട് മരണമെന്നതാണെങ്കിൽ ആ മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ ആത്മാവിനെ പ്രാപിച്ച എന്നെയും പിടിച്ചു വെക്കാൻ, എൻ്റെ കുടുംബത്തിന്റെ, എൻ്റെ തലമുറകളുടെ നന്മകളെ, എൻ്റെ അനുഗ്രഹങ്ങളെ, എൻ്റെ വളർച്ചയെ ദൈവം എൻ്റെ മേൽ പകർന്നിരിക്കുന്ന നിയോഗങ്ങളെ ഒതുക്കി വെക്കുവാൻ ലോകത്തിനോ പിശാചിനോ പിശാചിന്റെ ആയുധങ്ങൾക്കോ പിശാചിന്റെ അധികാരങ്ങൾക്കോ കഴിയത്തില്ല. ഇത് തുറന്ന ഹൃദയത്തോടെ ഏറ്റെടുക്കുന്ന പറയാ, എന്നെ പുറത്തെടുക്കുന്നവനുണ്ട്, അവന്റെ ശക്തിയോ ഞാൻ പുറത്തു വരും. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങളെയും പിടിച്ചു വെക്കാൻ മരണത്തിനോ ലോകത്തിന്റെ ശക്തികൾക്കോ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതപ്പോ നമ്മൾ തിരിച്ചറിഞ്ഞ് അവൻ ഉറപ്പിൽ നടക്കാൻ തുടങ്ങുമോ, അന്ന് മുതൽ നമ്മൾ തോൽവിയല്ല, നമ്മൾ ജയമായിരിക്കും. രോഗം, ഭാരം, പ്രയാസം, കടം, ആമേൻ, സങ്കടങ്ങൾ, പ്രാർത്ഥിപ്പാൻ പറ്റുന്നില്ല, വാഗ്ദത്തങ്ങൾ ഒത്തിരി കേട്ടു, ഒന്നും പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല, എത്താൻ പോകുമ്പോൾ കൈവിട്ടു പോകുന്നത് പോലെ ഓടിപ്പോവുക. ഇന്ന് രാത്രികാലം പരിശുദ്ധ അമ്മ പറയുക, നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്ന ഏത് മണ്ഡലമാണെങ്കിലും, നിന്റെ നന്മയിൽ നിന്ന്, നിന്റെ വാഗ്ദത്തത്തിൽ നിന്ന്, നിന്റെ അനുഗ്രഹത്തിൽ നിന്ന്, നീയും ദൈവമുള്ള ബന്ധത്തിനകത്തുനിന്ന് നിന്നെ ഒതുക്കിക്കളയുവാൻ ഏത് അശുദ്ധ വ്യാപാരം നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റാൽ ഇന്ന് രാത്രികാലം പരിശുദ്ധമാന് പറയാനൊന്നുണ്ട്, യാതൊന്നിന് നിന്നെ ഒതുക്കി കളയാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉള്ളത് കൊണ്ട് അതിനെ വിശ്വാസത്തോടെ റിസീവ് ചെയ്ത് ആത്മാവിനൊന്ന് വളരുവാൻ, ആത്മാവിനൊന്ന് ബലപ്പെടുവാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ചിലതിനെ കുടഞ്ഞ് പുറത്തു വരുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി, ചിലതിനെ ജയിച്ച് പുറത്തു വരുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി അത് നിങ്ങളുടെ മേൽ വ്യാപരിക്കും. അത് നിങ്ങൾ വ്യാപരിക്കുക, അത് നിങ്ങളെ പുറത്തെടുക്കുക, അത് നിങ്ങളെ പുറത്തെടുക്കുക. ഹല്ലേലൂയ. ചിലതിന്റെ മുമ്പിൽ തളർന്നിരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം, നിങ്ങളോട് പറഞ്ഞു പഠിപ്പിക്കണം, എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. ആ വിചാരത്തിന്റെ മണ്ഡലം മുമ്പിൽ വന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം, എൻ്റെ നേരെ കളിച്ചാൽ നിനക്ക് കൊള്ളത്തില്ലെന്ന് പറയണം. ഹല്ലേലൂയ. എന്നോട് കളിക്കുന്നത് നിന്റെ നല്ലതിനല്ല എന്ന് ധൈര്യത്തോടെ പറയണം. സ്വപ്നത്തിൽ കൊണ്ടിട്ട് പേടിപ്പിക്കുക സംഭവങ്ങളെ. ധൈര്യത്തോടെ പറയണം, എന്നോട് കളിക്കുന്ന നിനക്ക് നല്ലതിനല്ല, രോഗത്തിലായിരിക്കുന്നു. അവിടെ കൈവച്ചിട്ട് പറയാ, ഞാൻ അഭിഷേകം പ്രാപിച്ചൊരു ദൈവവൈദ്യനാ, എന്നോട് കളിക്കുന്ന നിനക്ക് കൊള്ളത്തില്ല പിശാചേ, നിനക്ക് കൊള്ളത്തില്ല രോഗമേ. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ, നിങ്ങളെ ഒതുക്കാൻ വന്ന ചില രോഗങ്ങൾ നിങ്ങളെ ഒതുക്കിയെന്ന് വാദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു, ഞാൻ സൗഖ്യമാകുക മാത്രമല്ല, എന്നെ പോലെ രോഗം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടെ ദൈവം എന്നെ ശക്തി.
നിനക്ക് എന്നെ അറിയാൻ വയ്യാഞ്ഞിട്ടാ, ഞാൻ ജയിച്ചവന്റെ കുഞ്ഞാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗം നിനക്ക് എന്നെ അറിയാൻ വയ്യാഞ്ഞിട്ടാ, ഞാൻ തോറ്റവന്റെ ആളല്ല, ഞാൻ ജയിച്ചയാളിന്റെ കുഞ്ഞാ. ഞാൻ പരാജയമല്ല, ഞാൻ ജയിച്ചയാളിന്റെ കുഞ്ഞാ, ഞാൻ ജയാളിയായ കർത്താവിന്റെ കുഞ്ഞാ. വചനം പറയുന്നു, ക്രിസ്തു യേശുവിൽ എന്നെ ജയോത്സവമായി നടത്താമെന്ന്. അതുകൊണ്ട് തോൽവിയല്ല, അവൻ തോൽവിയിലല്ല ഞാൻ നടക്കാൻ പോകുന്നേ, ജയത്തിലാണ് ഞാൻ നടക്കാൻ പോകുന്നേ. പിശാച് വന്നിട്ട് പറയും, നോക്ക്, ഇന്നലെ തോൽവി, മെനഞ്ഞാന്ന് തോൽവി, ആമേൻ, നിന്റെ ജന്മം മുതൽ തോൽവി, നിന്റെ പപ്പയുടെ സമയം മുതൽ തോൽവി. അത് ചരിത്രം. ഹല്ലേലൂയ. ചരിത്രത്തെ തിരുത്തി കുറിക്കാൻ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇന്ന് മുതൽ പറഞ്ഞു തുടങ്ങ, ഹല്ലേലൂയ, ഞാൻ ജയിച്ചയാളിന്റെ കുഞ്ഞാണ്. ഹല്ലേലൂയ. ഒറ്റയാൾക്കെങ്കിലും ഈ മെസ്സേജിന്റെ അർത്ഥത്തോടെ നിങ്ങളുടെ ഉള്ളിൽ വരുന്നെങ്കിൽ അത് ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഐ ആം ഷുവർ ദാറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വ്യക്തിക്കെങ്കിലും ഈ മെസ്സേജിന്റെ പൂർണ്ണതയോടെ നിങ്ങളിൽ അത് വെളിപ്പെടുന്നെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം, നിങ്ങൾ ചരിത്രത്തെ തിരുത്തി കുറിക്കുന്നവരായി മാറുക. കാരണം എന്തെന്നറിയാമോ? അവൻ പൂർവ്വ പിതാക്കന്മാരുടെ ചരിത്രം നിങ്ങളെ നോക്കി പറയും, നിങ്ങളുടെ കുടുംബം ഒരു തോൽവി, നിങ്ങളൊരു തോൽവി എന്ന്. പക്ഷെ ക്രിസ്തുവിലായവൻ പറയും, ചരിത്രത്തെ സൃഷ്ടിക്കുന്നത് ആമേൻ, ഹല്ലേലൂയ, ഇന്നലത്തെ എന്റെ ചരിത്രമല്ല, എന്റെ ഭാവിയെ നിർണയിക്കുന്നത് എന്റെ ചരിത്രമല്ല, എന്റെ ഹല്ലേലൂയ ഇന്നലകളല്ല, എന്റെ ഭാവിയെ നിർണയിക്കുന്നത് എന്നിൽ ദൈവം പകർന്നിരിക്കുന്ന അവൻ യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ദൈവത്തിന്റെ ആത്മാവത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ നടക്കാൻ തുടങ്ങുക, അഭിഷേകത്തിൽ നടക്കാൻ തുടങ്ങുക, ജയാളിയായി നടക്കാൻ തുടങ്ങുക. ജയാളിയുടെ മനോഭാവം വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധീരന്മാരായി നടക്കാൻ ജയാളിയുടെ മനോഭാവം നമ്മൾ വരണം. നമ്മളാണെങ്കിലോ ഹല്ലേലൂയ, ചാൻസ് ഉണ്ടെങ്കിൽ പോലും അയ്യോ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പൊ പിശാച് അത് തന്നെ മുതലായെന്ന് പറയും. ഹല്ലേലൂയ. പിശാച് പറയും, ആണോ, എന്നാ പിന്നെ ബാക്കി തോൽപ്പിക്കുന്നാലും ഞാൻ ഏറ്റു എന്ന് പറയും. ഹല്ലേലൂയ. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് നേരെ നിവർന്ന് നിന്ന് അവനോട് ചേട്ടാ നീ ആരോടാന്ന് ചോദിക്കാനുള്ള ധൈര്യം പോലും നമ്മൾ കാണിക്കുന്നില്ല. അതാ നമ്മുടെ ഏറ്റവും വലിയ തോൽവി. ഹല്ലേലൂയ. ബാധ്യത വരുമ്പോൾ പറയും, പാസ്റ്റർ ഞാൻ ഇത്രയും നാളെ പ്രാർത്ഥിച്ചിട്ട് ബാധ്യത മാറിയില്ല, ഇനി പ്രാർത്ഥിച്ചിട്ട് എന്തോ പറയും, ഞാൻ പ്രാർത്ഥനയും നിർത്തുക, യേശുവിന് വേണ്ടി എനിക്ക് എന്ന് പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. രോഗം വരുമ്പോൾ പറയും, ഞാൻ ഇത്രയും ദിവസം ആരാധനയ്ക്ക് വന്നു, ഒറ്റ ഞായറാഴ്ച മുടങ്ങിയില്ല, ഒറ്റ വെള്ളിയാഴ്ച മുടങ്ങിയില്ല, ലൈവ് ഉണ്ട്, എല്ലാം ഞാൻ കേട്ടു, അടുത്തുള്ള ആരാധനയ്ക്ക് എല്ലാത്തിനും ഞാൻ പങ്കെടുത്തു, എന്നിട്ടും എനിക്ക് കഷ്ടം, പിന്നെ ഞാൻ എന്തിനാ ആരാധന? നിങ്ങളുടെ പരാതിയല്ല, ഇങ്ങനെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നെ പോലെ കർത്താവിന് വേണ്ടി നിന്ന് ആരുണ്ട് പാസ്റ്റർ, എന്നിട്ടും എനിക്ക് കഷ്ടത. ഹല്ലേലൂയ. ജയാളിയായി ചിന്തിക്കാൻ തുടങ്ങുക, ജയാളിയായി നടക്കാൻ തുടങ്ങുക. അഭിഷേകം നിങ്ങളുടെ മേൽ ആമേൻ നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾ അവസരം കൊടുക്കുക. ആമേൻ. പിശാചിന്റെ മുൻപിൽ തോൽവി എന്നല്ല, തോൽവി അല്ല. നിങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ജയാളിയായി പുറത്തു വന്നതുകൊണ്ട് അവൻ ജയിച്ച ദൈവത്തിന്റെ ജയിപ്പിച്ച കർത്താവിനെ ഉയർപ്പിച്ച അതേ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നേ. തിരിച്ചറിയുന്നവരുണ്ടോ? ചിലതിന് നിങ്ങൾ പിടിച്ചെടുക്കും. തോറ്റു പോകത്തില്ല, പരാജയമായി പോകത്തില്ല. ഇന്ന് രാത്രിക്കാരൻ നമ്മൾ ഒരുമിച്ച് പറയണം, ഈ ദിവസങ്ങൾ എൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമാണ്. ഞാൻ ഒന്നുകൂടെ ബലപ്പെടുന്ന ദിവസമാണ്, ഞാൻ ഒന്നുകൂടെ ശക്തിപ്പെടുന്ന ദിവസമാണ്. ഞാൻ എൻ്റെ ആത്മാവിൽ പ്രാർത്ഥനാ മണ്ഡലത്തിൽ അഭിഷേകത്തിൽ ഒന്നുകൂടെ എഴുന്നേൽക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. തിരിച്ചറിവ് വരുമ്പോൾ ചില വിടുതലുകൾ നടക്കും. ഹല്ലേലൂയ. പ്രയാസങ്ങളെ കണക്ക് മാത്രം പറഞ്ഞവർ പറയണം, എനിക്ക് വേണ്ടി ഒരു വിടുതൽ വരുന്നുണ്ട്, എൻ്റെ മേലിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അതിനു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. അവൻ ഇരിക്കുന്നത് കല്ലറയ്ക്കകത്താ. പക്ഷെ വചനം പറയുന്നു 3 ദിവസം മാത്രമേ കല്ലറയ്ക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. അഭിഷേകമുള്ളവനെ തകർക്കാൻ അല്ലേലും പറ്റത്തില്ല. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ശിംശോനെ അറിയാം നിങ്ങൾക്ക്. അഭിഷേകമുള്ളവനെ തകർക്കാൻ ലോകത്തിന് പറ്റത്തില്ല. പുതിയ യേശുവിൻ്റെ ശേഷം ശിഷ്യന്മാരെ പിടിച്ച് കാരാഗ്രഹത്തിനകത്ത് ഒതുക്കിയിട്ടു. എവിടെ? പത്രോസ് ശിഷ്യന്മാരെ പിടിച്ച് 5-ാമത്തെ അധ്യായം ശിഷ്യന്മാരെ കൊണ്ട് കാരാഗ്രഹത്തിനകത്ത്. പിറ്റേന്ന് രാവിലെ അവർ വന്നപ്പോൾ ശിഷ്യന്മാർ പുറത്തു നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. 12-ാമത്തെ അധ്യായത്തിൽ പത്രോസിനെ പിടിച്ചകത്തിട്ടു. ഹല്ലേലൂയ. 9, 12, 16. ഓക്കെ. 9-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാരെ പിടിച്ചകത്തിട്ടു. ഹല്ലേലൂയ. പിറ്റേന്ന് വന്നപ്പോൾ ശിഷ്യന്മാർ പുറത്തുനിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. 12-ാമത്തെ അധ്യായത്തിൽ പത്രോസിനെ പിടിച്ചകത്തിട്ടു. ഹല്ലേലൂയ. പിറ്റേന്ന് രാവിലെ വന്ന് നോക്കിയപ്പോൾ ആളിനെ കാണാനില്ല. പത്രോസ് ചെന്ന് ആമേൻ എന്തുവാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാളിക മുറിക്കകത്ത് മുട്ടി. നിങ്ങൾക്കറിയാം ആ വിഷയം, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഹല്ലേലൂയ. 16-ാം അധ്യായത്തിൽ അവർ പറഞ്ഞു, എന്നാൽ രണ്ടുപേരും ഹല്ലേലൂയ ആമേൻ നിങ്ങൾ അങ്ങനെ പുറത്തെടുത്തെങ്കിൽ ഞങ്ങൾ അതിലും വലിയ
വലിയ കാവലും അതിലും വലിയ പൂട്ടും താക്കോലും. ഹല്ലേലൂയ. കാരാഗൃഹ പ്രമാണി പോക്കറ്റിൽ വെച്ചോണ്ട് ചെന്ന് കിടന്നുറങ്ങി. ഹല്ലേലൂയ. കർത്താവ് പറയും, ഓ പിന്നെ നിന്റെ താക്കോലുണ്ടെങ്കിലല്ലേ എൻ്റെ കൊച്ചുങ്ങളെ പുറത്തെടുക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. ഓ രാത്രി കർത്താവ് ഇറങ്ങിയെന്നേ. ഹല്ലേലൂയ. രാത്രി കർത്താവ് അങ്ങ് ഇറങ്ങി വന്നു. സിമ്പിളായിട്ട് ഒന്നും സംഭവിച്ചില്ല. കാരാഗ്രഹം ഒന്ന് കുലുങ്ങി, ഡോറെല്ലാം ഓപ്പണായി, കൈ കിടന്ന ചങ്ങല അഴിഞ്ഞു പോയി. അപ്പൊ അവർക്ക് മനസ്സിലായി, ഇവരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഹല്ലേലൂയ. ദൈവമക്കളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇതാകണം നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിന്റെ ചിന്ത. അതിനെന്ത് വേണം? നിങ്ങൾക്ക് ഉറപ്പ് വേണം. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവേദലിന് ഉറപ്പ് വേണം. ആമേൻ. ഒന്നിനും എന്നെ പിടിച്ചൊതുക്കാൻ. ഹല്ലേലൂയ. കാരണം നമുക്ക് വേണ്ടി ഇറങ്ങുന്നത് സാധാരണ ഒരു മനുഷ്യനല്ലെന്നേ. നമ്മുടെ മുഖ്യമന്ത്രി അല്ല ഇറങ്ങുന്നേ. പുള്ളി വന്നാൽ എന്തോ ഈ പൂട്ടും താക്കോലും വാങ്ങി ഡോറ് തുറന്നിട്ട് ഇറങ്ങിപ്പോന്ന് പറയും. ആമേൻ. മോദി വന്നാൽ അത് തന്നെ സംഭവിക്കത്തുള്ളൂ. പക്ഷെ സ്വർഗം ഇറങ്ങിയ ഒരു പൂട്ടിന്റെ താക്കോലും വേണ്ട. ആമേൻ. ഡയറക്റ്റ് അങ്ങ് ഇറങ്ങും, സംഭവം അങ്ങ് പൊളിക്കും. പിന്നെ ആ കാരാഗ്രഹത്തിന് ഒരു ഉപയോഗം കാണത്തില്ല. തിരിച്ചറിയാൻ പറ്റുമോ ദൈവജനത്തിന്? ഓ നമ്മൾ ചിലതിനെ ജയിക്കുന്നവരാണ്, നമ്മൾ ചിലതിനെ ജയിച്ച് പുറത്തു വരുന്നവരാണ്. അഭിഷേകമുള്ള തലമുറ. അവൻ ചരിത്രം, ഹല്ലേലൂയ, തോൽവിയുടെ ചരിത്രം ആവർത്തിക്കുന്നവരല്ല, അവൻ ജയത്തിന്റെ ചരിത്രം സൃഷ്ടിക്കുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. തിരിച്ചറിയാൻ പറ്റുമോ? ഞാൻ ജയാളിയായ കർത്താവിന്റെ കുഞ്ഞാ. ആമേൻ. യേശുവിനെ മരിച്ചവന്റെ ഉയർത്തെഴുപ്പിച്ച അതേ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നേ. ഒരു നിമിഷം കണ്ണുകളെ മൂടാം. നമുക്ക് ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവിന്റെ സ്ഥലം. കർത്താവേ, തോറ്റുപോകും എന്ന് ഞാൻ ചിന്തിച്ച പല മണ്ഡലങ്ങളുമുണ്ട്. നിങ്ങൾക്ക് വിരോധമായി വരുന്ന ആഭിചാരത്തിന്റെ മണ്ഡലങ്ങൾ, നിങ്ങൾക്ക് വിരോധമായി വരുന്ന ചില മാനുഷിക വാക്കുകൾ, ചില ശാപങ്ങൾ. ആരൊക്കെയോ പ്രവചിച്ചു പറഞ്ഞു, ഇന്ന വിഷയങ്ങൾ എനിക്ക് വിരോധമായി കിടക്കുന്നു, ഇന്ന പ്രശ്നങ്ങൾ എനിക്ക് വിരോധമായി കിടക്കുന്നു. ഞാൻ പറയും, ആയിക്കോട്ടെ, എന്തൊക്കെ നിങ്ങൾക്ക് വിരോധമായി കിടക്കുന്നെങ്കിലും അതിനെ നോക്കി അതിനാണ് ബലമെന്ന് പറയാതെ എന്റെ മേലിരിക്കുന്ന അവൻ ദൈവത്തിന്റെ ആത്മാവിനാണ് ബലം. അതുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ പിശാചിനോ ലോകത്തിന്റെ ശക്തികൾക്കോ കഴിയത്തില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഇന്ന് ദൈവത്തെ ആരാധിക്കണം. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, എന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനോളം ശക്തി, എനിക്ക് വേണ്ടി ചലിക്കുന്ന ദൈവത്തോളം ശക്തി എനിക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിന്റെ മണ്ഡലത്തിനില്ല, രോഗത്തിനില്ല, കടബാധ്യതയ്ക്കില്ല. അവൻ യാതൊരു ശക്തിയും യാതൊരു മണ്ഡലത്തിനും എനിക്ക് വിരോധമായി നിൽക്കുന്ന യാതൊന്നിനും എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയോളം അവൻ ശക്തിയില്ല. ഇന്ന് രാത്രികാലം തിരിച്ചറിയുന്നവർ പറയാ, ആമേൻ, 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 ആമേൻ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആമേൻ പുറത്തെടുത്ത് ഉയർപ്പിച്ച അതേ ദൈവത്തിന്റെ ആത്മാവ് എന്നിലിരിക്കുന്നു. യേശുവിനെ പിടിച്ചു വെക്കുവാൻ മരണത്തിന് കഴിഞ്ഞില്ല. അങ്ങനാണെങ്കിൽ എന്നെ പിടിച്ചു വെക്കാനും ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ തോറ്റ കർത്താവിന്റെ കുഞ്ഞല്ല, ഞാൻ ജയിച്ച പപ്പായുടെ കുഞ്ഞ. എന്റെ ഈ ലോകത്തിലെ പിതാക്കന്മാരുടെ തോൽവി അല്ല ആവർത്തിക്കാൻ പോകുന്നേ. തോൽവി അല്ല ആവർത്തിക്കാൻ പോകുന്നേ. ഓ, ഞാൻ ചരിത്രം സൃഷ്ടിക്കുന്ന വ്യക്തിയായി മാറാൻ പോവുക. ഞാൻ ചരിത്രം സൃഷ്ടിക്കുന്ന വ്യക്തിയായി മാറാൻ പോവുക. ഞാൻ ചരിത്രം സൃഷ്ടിക്കുന്ന വ്യക്തിയായി മാറാൻ പോവുക. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ആമേൻ നിങ്ങളെ പുറത്തെടുക്കുവാൻ ശക്തിയുള്ളതാണ്. അഭിഷേകത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ശക്തിയോടെ ചലിക്കട്ടെ. ദൈവശക്തി ഇന്ന് രാത്രികാലം ഇതിനകത്ത് ഇറങ്ങട്ടെ. നിങ്ങളുടെ മേൽ കിടക്കുന്ന രോഗങ്ങൾ ഇപ്പോൾ നിങ്ങളെ വിട്ട് മാറിപ്പോകുക. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഭാരങ്ങൾ നിങ്ങളെ വിട്ട് മാറിപ്പോകുക. മരണ ഭയങ്ങൾ ജീവിതങ്ങളെ വിട്ടുമാറാൻ പോകുക. ജീവിതത്തിന് വിരോധമായി കിടക്കുന്ന ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രികാലം വിട്ടുമാറാൻ പോകുക. ദൈവശക്തിയാൽ ചിലരെ സ്വർഗം പുറത്തെടുക്കുന്നു. ദൈവത്തിന്റെ ശക്തിയും
വിരോധമായി ചലിക്കുന്ന ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ ജയിപ്പാൻ അസാധാരണമായ അഭിഷേകം ഇന്ന് രാത്രികാലം സ്വർഗം അയക്കുന്നു. അസാധാരണമായ ദൈവശക്തി, അസാധാരണമായ ദൈവത്തിന്റെ ശക്തി, മരണത്തിന്റെ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം ചലിക്കണം. ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം ചലിക്കണേ. ചിലതിനെ ജയിച്ച് പുറത്തു വരാൻ, ചിലതിനെ ജയിച്ച് പുറത്തു വരാൻ അസാധാരണമായ അഭിഷേകം ഇന്ന് രാത്രികാലം ഇറങ്ങട്ടെ, ഇന്ന് രാത്രികാലം ഇറങ്ങട്ടെ. ചിലതിനെ ജയിച്ച് ആ കുടുംബത്തിന് വിരോധമായി കിടക്കുന്ന ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ ജയിക്കത്തക്കവണ്ണം ആ ദൈവശക്തി സ്വർഗം ഇന്ന് രാത്രികാലം അയക്കുക. ആ ദൈവ സാന്നിധ്യത്തെ സ്വർഗം ഇന്ന് രാത്രികാലം അയക്കുന്നു. വർഷങ്ങൾ കൊണ്ട് നിങ്ങളെ പിന്തുടർന്നു വന്ന ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ, കണ്ടിന്യൂസ് ആയിട്ട് ചില പരാജയങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കൊണ്ടിരുന്ന ചില അശുദ്ധ വ്യാപാരങ്ങളെ സ്വർഗം ഇന്ന് പകൽക്കാലം ഡീൽ ചെയ്യുക. നിങ്ങളൊരു തോൽവിയായി പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഒരു പുതിയ അഭിഷേകത്തോടെ സ്വർഗം ഇന്ന് രാത്രികാലം എഴുന്നേൽപ്പിക്കട്ടെ. ഒരു പുതിയ ശക്തിയോടെ സ്വർഗം ഇന്ന് രാത്രികാലം എഴുന്നേൽപ്പിക്കട്ടെ. അസാധാരണമായ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രികാലം ഒരു പുതിയ ശക്തിയോടെ, ഒരു പുതിയ തീയോടെ എഴുന്നേൽപ്പിക്കുന്ന ദൈവിക സാന്നിധ്യം അഭിഷേകത്തിന്റെ തീ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ, ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഇരുളിന്റെ ആധിപത്യങ്ങൾ ജയിക്കുന്ന ദൈവ സാന്നിധ്യം, തോൽവി എന്ന് പറയുന്ന വിഷയങ്ങളുടെ മേൽപോല് ഒരു ജയത്തെ പകരുക ഇന്ന്